അങ്ങ് ഇപ്പോൾ സൂചിപ്പിച്ചതിൽ നിന്നും മറ്റൊരു സംശയം മനസ്സിലേക്ക് വന്നത്, ധനം അങ്ങ് പറയുണ്ടായി ധനം ആകർഷിച്ച് എടുക്കപ്പെടേണ്ട ഒന്നാണെന്ന്. അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ച് നമ്മൾ കാണുന്നത് പൊതുജീവിതത്തിൽ ആൾക്കാർ ഓരോ തരം ജോലികൾ ചെയ്യുന്നു, പണത്തെ ആ ജോലിയിൽ തന്നെ നിന്ന് മാത്രമാണ് അവർക്ക് പണം വരുന്നത്. അപ്പോൾ ഏത് തൊഴിലാണ് ഓരോ പഠിച്ചിരിക്കുന്നത്, അതിൽ നിന്നും പണം ഉണ്ടാക്കുന്നത് ഒഴിച്ചാൽ മറ്റൊരു തലം മനുഷ്യനെ സംബന്ധിച്ച് ഇന്നിപ്പം ഇല്ലെന്ന് തന്നെ പറയാം. ചിലർ ശ്രമിക്കുന്നു പുതിയ ചില തലങ്ങൾ, പുതിയ എന്തെങ്കിലുമൊക്കെ പഠിക്കുക, മറ്റെന്തെങ്കിലും കോഴ്സിന് പോവുക, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊന്ന് കാണുന്ന കേരളത്തിലൊക്കെ ആണെങ്കിൽ ആൾക്കാർ ഇവിടെ വിട്ടുപോകുന്നു. ഇവിടെ കിട്ടുന്നത് വളരെ കുറവാണ്, പോരാ. അപ്പോൾ അതുകൊണ്ട് മറ്റു രാജ്യങ്ങളിൽ പോയി വേറെന്തെങ്കിലും രീതിയിൽ പണം ഉണ്ടാക്കി അങ്ങനെ വരെ ആൾക്കാർ സ്വന്തം കുടുംബവും കൂട്ടുകാരെയൊക്കെ വിട്ടുപോകുന്നതായിട്ട് കാണുന്നു. അപ്പോൾ അങ്ങ് പറഞ്ഞ ഒരു വാക്കിൽ വളരെ വ്യത്യസ്തത തോന്നി. അതായത് ധനം ആകർഷിക്കാവുന്ന, സത്യത്തിൽ അങ്ങനെ ആകർഷിക്കാവുന്ന ഒന്നാണോ ധനം എന്ന് പറയുന്നത്? അത് വളരെ അനിവാര്യമായിട്ടൊരു ക്വസ്റ്റ്യനാണ്. ധനം എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ധനാത്മകതയിലേക്ക് എത്തേണ്ടത്? ഇപ്പോൾ നമുക്കറിയാം, നമ്മൾക്കൊക്കെ നമ്മുടെ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ അനന്തമായ സാധ്യതകളോടെയാണ് ഓരോ മനുഷ്യനെയും സൃഷ്ടിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുക, നമ്മളിപ്പം ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു മാവിനെ അല്ലെങ്കിൽ ഒരു പ്ലാവിനെ ഉദാഹരണമായിട്ട് എടുക്കാം. പോട്ടെ, ഒരു മാവിനെ അങ്ങ് ഉദാഹരണമായിട്ട് എടുക്കാം. ഒരു മാവിനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വർഷം ഒരു മാവിലുണ്ടാകുന്ന മാങ്ങകളും അതിൽ നിന്ന് ഉണ്ടാവാൻ സാധ്യതയുള്ള, അതായത് ഓരോ മാങ്ങകളും എന്താണ്, നമുക്കതൊരു ഫ്രൂട്ടായിട്ട് തോന്നുമെങ്കിലും അതിനുള്ളിൽ എന്താണ് ശരിക്കും ഒരു വിത്താണ്, അല്ലേ? ഓരോ മാങ്ങയ്ക്കുള്ളിലും ഒരു മാവാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു മാവിൽ നിന്ന് ഒരു വർഷം ഉണ്ടാകുന്ന മാങ്ങകൾ മാത്രം മാവായി മാറിക്കഴിഞ്ഞാൽ പക്ഷേ ഓരോ മാങ്ങയുടെ ഉള്ളിലുള്ള വിത്തിന് ഒരു മാവായിട്ട് പരിണമിക്കാനുള്ള യോഗ്യതയുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള സാധ്യതയുണ്ട്. അത്രയും സാധ്യതയോടെയാണ് അതിനെ ഉണ്ടാക്കുന്നത്. അപ്പം അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ മാങ്ങകളെല്ലാം മാവായി തീർന്നു കഴിഞ്ഞാൽ ഒരു പ്രദേശത്ത് ഒരു മാവ് കൊണ്ട് നിറയാനായിട്ട് ഒരു വർഷം അല്ലെ ഒരു സീസൺ മതിയാവും, അല്ലേ? അത് ഈ പ്രപഞ്ചത്തിന് അറിയാത്തതുകൊണ്ടല്ലല്ലോ അങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അതത്രയും സമൃദ്ധമായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തിൽ എല്ലാം സമൃദ്ധമായിട്ടാണ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ്. അതുമാത്രമല്ല, അതത്രയും സമൃദ്ധമാക്കി ഉണ്ടാക്കി വെക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഒരിക്കലും ഈ മാവെന്ന് പറയുന്ന ആ ഒരു സ്പീഷീസിന് അഴിവുണ്ടാവരുത് എന്നും കൂടി വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പം ഓരോ ജീവികളെയും എടുത്തു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൽ ഈ ദാരിദ്ര്യം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ദാരിദ്ര്യാവസ്ഥ എന്ന് പറയുന്ന ഒരു സംഭവമില്ല. പ്രപഞ്ചം എന്ന് പറയുന്നത് എപ്പോഴും സമൃദ്ധമാണ്, അത് അബണ്ടൻസ് ആണത്. അപ്പോൾ ആ സമൃദ്ധിയിലേക്ക് നമ്മളെ എങ്ങനെ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളുടെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം അങ്ങ് ചോദിച്ച ഒരു ചോദ്യത്തിൽ എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു ജോലി ചെയ്യുന്ന ഒരാൾ ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനമല്ലേ അയാൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം പിന്നെ എങ്ങനെയാണ് ഈ അബണ്ടൻസ് ഉണ്ടാകുന്നത്, എങ്ങനെയാണ് സമ്പത്ത് ഉണ്ടാകുന്നത്? അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമ്പത്തുള്ള ആളുകളിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ അവരെല്ലാം അങ്ങനെ ഇരുന്നതുകൊണ്ടല്ല സമ്പത്തുണ്ടായത്, മറിച്ച് അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന അവരിലുള്ള മറ്റ് കഴിവുകളെയും കൂടി അവർ ആക്സസ് ചെയ്തപ്പോഴാണ്. ഇപ്പം നമുക്കറിയാം, KFCയുടെ ചെയർമാൻ എന്ന് പറയുന്നത് 55 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹത്തിന് പല പരാജയങ്ങൾ ഉണ്ടായതിനു ശേഷമാണ് അദ്ദേഹത്തിന് പുതിയൊരു ആശയം വരികയും KFC എന്ന് പറയുന്ന ആ ഒരു സംവിധാനം, ആ ഒരു ബ്രാൻഡ് ഉണ്ടാക്കുകയും ചെയ്തത്. എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെയൊക്കെ നോക്കുന്ന സമയത്ത് സത്യത്തിൽ നമ്മൾ പോലും അറിയാത്ത ഒരുപാട് സാധ്യതകൾ അന്തർലീനമായിട്ട് കിടക്കുന്നുണ്ട്. പക്ഷെ അതിലേക്ക് നമുക്ക് എങ്ങനെ ഫോക്കസ്ഡ് ആവും? ഇപ്പം പല ആളുകളുടെയും ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ, ജീവിതത്തിൽ ചില പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വിട്ടുമായിട്ട് ഒന്നെങ്കിൽ ഡിപ്രഷനാണെന്നും പറഞ്ഞ് ഒരു മൂലയിൽ പോയി ഒതുങ്ങിയിരിക്കും, അല്ലെങ്കിൽ ഇനി എന്നെ കൊണ്ടൊന്നും പറ്റില്ല, എൻ്റെ ജീവിതം ആകെപ്പാടെ പ്രായമായി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ മാറിയിരിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഈ ജോലി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് നമ്മുടെ സർക്കാർ തലങ്ങളിലെ ഉദ്യോഗസ്ഥരൊക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാം, അവർ ആ ഒരു ജോലി മാത്രമേ ഒരു ജീവിതകാലം മുഴുവൻ ചെയ്യുള്ളൂ. അതിനുശേഷം അവർക്ക് പെൻഷൻ കിട്ടും, അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് ജീവിച്ച് തീരുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ ഓരോ മനുഷ്യനും ഈ പറഞ്ഞ പോലെ ഒരു മാവിന് അല്ലെങ്കിൽ ഒരു പ്ലാവിന് ഇത്രയും സഞ്ചരിക്കാൻ പോലും പറ്റാത്ത ഒരു പ്ലാവിന് അല്ലെങ്കിൽ വൃക്ഷത്തിന് ഇത്രയും സാധ്യത കൊടുത്ത ഈ പ്രപഞ്ചം, അതിൻ്റെ ഏറ്റവും ഉന്നതമായ സൃഷ്ടിയായിരിക്കുന്ന മനുഷ്യന് ഈ എന്തുമാത്രം സാധ്യതകളായിരിക്കും കൊടുത്തേക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കും. ഇപ്പം ഈവൻ ഒരു ക്യാമറയുടെ മുന്നേ പോയിട്ട് ഒരു വ്യക്തിയോട് പോലും മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരാളല്ലായിരുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ. ഞാനിന്ന് ഇവിടെ വന്നിരുന്ന ഈ ക്യാമറയുടെ മുന്നേ താങ്കളുടെ മുന്നിൽ വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു സാധ്യതയെ ജസ്റ്റ് ഒന്ന് ട്രിഗർ ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ പിന്നിലുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്. ആ ഒരു സാധ്യത എൻ്റെ ബ്രെയിൻ്റെ ന്യൂറോൺസിലേക്ക് ഞാനൊന്ന് ട്രിഗർ ചെയ്തു, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ എൻ്റെ ലൈഫിലെ സിസ്റ്റം മാറി എന്ന് പറഞ്ഞ പോലെ എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ഇതുപോലെ അനന്തമായ സാധ്യതകളും സാഹചര്യങ്ങളും ഉണ്ട്.
ഇപ്പം സാധ്യതകൾ മാത്രം പോരാ, സാഹചര്യങ്ങൾ വേണം, ആ സാഹചര്യത്തെ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റണം. അപ്പോൾ ഇതിനുള്ള ഒരു കാഴ്ചപ്പാടുണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. അപ്പം ധനത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടുകൾ മാറിക്കൊണ്ട് നമ്മുടെ ഉള്ളിലെ സാധ്യതകളെ ട്രിഗർ ചെയ്യാനായിട്ടും അങ്ങനെ ട്രിഗർ ചെയ്യുമ്പോൾ അതിനുള്ള സാഹചര്യങ്ങളെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാനായിട്ടും ഉള്ള ബോധം നമുക്ക് ഉണ്ടാകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയിലേക്ക് നമ്മളൊരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരുമ്പോഴാണ് ഇപ്പം ഈവൻ ഒരു ചുമ്മാ ഒരു വണ്ടി ഓടിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് കരുതുക, അവനിൽ അനന്തമായ സാധ്യതകൾ വേറെ ഉണ്ട്. അപ്പോൾ ആ സാധ്യതകൾ അവർക്ക് ട്രിഗർ ചെയ്യാൻ പറ്റും, ആ സാധ്യത കണ്ടെത്താൻ പറ്റും, ട്രിഗർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവൻ്റെ ജീവിതം ഈ പറഞ്ഞ പോലെ ഒരു വണ്ടി ഓടിക്കുന്ന ആളാണെങ്കിൽ അവൻ 1000 വണ്ടിയുടെ ഉടമയായി മാറാനുള്ള സാധ്യതകളിലേക്കാണ് അവൻ പിന്നീട് പോകുന്നത്. അതാണ് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ അർത്ഥതന്ത്രം എന്ന് പറയുന്ന പ്രോഗ്രാം ഫോക്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതായത് അവിടെ വരുന്ന ആളുകളെല്ലാം ആരും വലിയ ധനവാന്മാരല്ല. അവർക്ക് പക്ഷെ അറിയാം ഇതിൻ്റെ അകത്ത് എന്നിൽ സാധ്യതകളുണ്ട്, പക്ഷെ ഇതിനെ എങ്ങനെയാണ് ട്രിഗർ ചെയ്തെടുക്കേണ്ടത്, എവിടെയാണ് ഞാൻ ആക്സസ് ചെയ്യേണ്ടത് എന്നറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾക്ക് നമ്മൾ കൃത്യമായിട്ടുള്ള ഈ പറഞ്ഞ ആ ഒരു 4 ലെയറുകളിലൂടെ അവരെ കൊണ്ടുപോയി അവർക്ക് തടസ്സങ്ങളായി നിൽക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് കാണിച്ചു കൊടുത്ത് അതിൽ നിന്ന് അവർക്ക് എങ്ങനെയാണ് ഈ കാര്യങ്ങളെ ആക്സസ് ചെയ്യാൻ പറ്റുന്നതെന്ന് ഉള്ള എക്സ്പീരിയൻസ്, അതായത് അതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള തയ്യാറാക്കിയിട്ടുള്ള മെഡിറ്റേഷൻസ്, ക്രിയകൾ, അതിനുവേണ്ട പ്രത്യേകമായിട്ടുള്ള പദ്ധതികൾ, ഇതിലൂടെയൊക്കെ കൊണ്ടുപോയി അവരെ അത് എക്സ്പീരിയൻസ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിലൂടെ അവർ ഓട്ടോമാറ്റിക്കലി എന്താവും, അവർക്ക് ഈ പറഞ്ഞ ഒരു ഹയർ ലെവലിലേക്കുള്ള ട്രാൻസ്ഫോർമേഷനുള്ള അവസരമാവും. അതാണ് പ്രോഗ്രാമിലൂടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. വളരെ വിശേഷമായിരിക്കുന്നത്. അങ്ങയുടെ ചില ശിഷ്യരിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചത് മണി മാനിഫെസ്റ്റേഷൻ അർത്ഥതന്ത്ര എന്ന അങ്ങ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു പ്രോഗ്രാം വഴി അവർക്ക് എല്ലാവർക്കും തന്നെ വളരെ വ്യത്യസ്തമായ അനുഭവങ്ങളും ഒരുപാട് നേട്ടങ്ങളും ആ ജീവിതത്തിൽ കൈവരിക്കാൻ കഴിഞ്ഞു എന്നാണ്. അപ്പോൾ കൂടുതലായിട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി അതിന് ഗുരുവിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന ഒരു പഠനമാണത്, അല്ലാതെ നമുക്ക് ഒരു ഓൺലൈനോ മറ്റൊക്കെ അവർക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതല്ല. അതുപോലെ അവർ പറയുന്ന ഒരു കാര്യം ദീക്ഷ ലഭിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ പണം ഉണ്ടാക്കാനൊക്കെ ആയിട്ടാണോ, അല്ലെങ്കിൽ ഇത് ഓരോ ഇത്തരം കോഴ്സുകളിലേക്കും ദീക്ഷ എന്ന ഒന്ന് ലഭിക്കുന്നത് വഴി അവരിലൊരു വലിയ ട്രാൻസ്ഫോർമേഷൻ സാധ്യമാകുന്ന അവർക്കും ഇതെല്ലാം മനസ്സിലായി കൂടുതൽ അതിൽ വികസിക്കാനും കൂടുതൽ ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്ന് മനസ്സിലാകുന്നു. അവരൊക്കെ വളരെ പോസിറ്റീവായിട്ടും വളരെ ഉയർന്ന തലമുള്ളവരായിട്ടും കണ്ടു അങ്ങയുടെ ശിക്ഷ. അപ്പോൾ എന്താണ് അതിനകത്തുള്ളൊരു മാജിക്? Yasha Living, synchronizing the art, tactics and spirituality.